രാത്രിയിലെ കാറ്റ് അല്പം തണുത്തിരുന്നു. ഗ്രാമത്തിന്റെ അതിരിൽ നിൽക്കുന്ന പഴയ വീട്ടിന്റെ മുന്നിൽ വിജയൻ ഇരുന്നു കൊണ്ടിരുന്നു. ഇരുണ്ട ആകാശത്ത് ഒരു മേഘവും ഇല്ല, പക്ഷേ വിജയന്റെ മനസ്സിൽ മാത്രം കറുത്ത മേഘങ്ങൾ കനക്കിയിരുന്നു. 3 ബാങ്ക് വായ്പകൾ, 2 സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ പണം, സുഹൃത്തുക്കളിൽ നിന്നും എടുത്ത തുക, കുട്ടികളുടെ സ്കൂൾ ഫീസ്, ഇതെല്ലാം ചേർന്നത് ഒരാളുടെ നെഞ്ച് താങ്ങാനാവാത്ത ഭാരം. ജീവിതത്തിൽ ഇതുവരെ പോസിറ്റീവ് ആയിരുന്ന ഒരാൾ ഇന്ന് ചെറുതായി ശ്വാസം വിടാനും പേടിക്കുന്ന അവസ്ഥ. ഓരോ ശ്വാസവും എന്താകും നാളെ എന്ന ചിന്തയിൽ കെട്ടിപ്പിടിക്കുന്നു. വിജയൻ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. മുഴുവൻ കുടുംബവും ഉറങ്ങുകയാണ്. ഭാര്യയുടെ വയസ്സായ അമ്മയും കുട്ടികളും ഒരു മുറിയിൽ. മറ്റൊരു മുറിയിൽ ഭാര്യ. അവിടെ ചെല്ലാൻ പോലും അവൻക്ക് ഭയം തോന്നി. കാരണം അവളുടെ കണ്ണുകളിൽ ഓരോ ദിവസവും കൂടുതലാവുന്ന നിരാശയും ഭയവും. ഇങ്ങനെ എത്ര ദിവസം കൂടി നിൽക്കും? മറ്റൊരു നോട്ടീസ് വന്നാൽ, വീട്ടിൽ വന്ന് പണം ചോദിച്ചാൽ? വിജയന്റെ ഹൃദയം ഒരു കുരുക്കുപോലെ വലിഞ്ഞു. കണ്ണുകൾ നിറഞ്ഞു. ലോകം എല്ലായിടത്തും അടഞ്ഞ വാതിലുകൾ. വിജയൻ തോന്നി, ഈ ജീവിതം ഇനി വേണമെന്ന് തന്നെയാണ് സംശയം. ഇത്രയും ഭാരം ഉള്ള ദിനത്തിൽ വിജയൻ വീട്ടിനുള്ളിലേക്ക് പോകാതെ വഴിയിലേക്കും നടന്നു. ഗ്രാമത്തിന്റെ ദൂരെ ഒരു ചെറിയ വിഷ്ണുക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ പോയാൽ അല്പം മനസ്സു ശാന്തമാകുമെന്ന ഭ്രാന്ത്. രാത്രി 11:30. ക്ഷേത്രത്തിന്റെ വലിയ കതകുകൾ അടഞ്ഞു. ദീപങ്ങൾ അണഞ്ഞു. എന്നാൽ വിജയൻ നടന്നു ചെന്നു. നടപ്പുരയുടെ മുമ്പിൽ ഇരുന്നു. ഹൃദയം മുഴുവൻ അടച്ചുവെച്ചിരുന്ന കണ്ണീർ ഒടുവിൽ പൊട്ടി. ഒരു പുരുഷന്റെ ഉള്ളിലെ വേദന, കുടുംബത്തിന്റെ ഭാരം, ലോകത്തിന്റെ നിരാകരണം, സാമ്പത്തിക ഭാരങ്ങളുടെ ശ്വാസമുട്ടൽ, ഇതെല്ലാം ചേർന്ന് ഒരു നിമിഷം അവൻ നിലത്ത് ചായ്ച്ചുകരഞ്ഞു. ഏതെങ്കിലും ഒരാൾ എന്റെ കൈ പിടിക്കുമോ? ഇനിയും ഞാൻ പരിശ്രമിക്കണോ? എന്താണ് തെറ്റ് ചെയ്തതെനിക്ക്? ഇവിടെ തന്നെ അവന്റെ ജീവിതം മാറിത്തുടങ്ങി. ഒരു കാറ്റ് വീശി. തണുത്തതല്ല, ഒന്നർപ്പിക്കുന്ന ആരോ തലോടുന്ന പോലെ. വിജയൻ തല ഉയർത്തി. ക്ഷേത്രത്തിന്റെ വാതിൽക്കൽ ഒരു വൃദ്ധൻ. വെള്ളധോതി, ശാന്തമായ മുഖം, പക്ഷേ അതിൽ ഒരു അസാധാരണ പ്രകാശം. ചുവടുകൾ മൃദുവായിപ്പോലും, പക്ഷേ ഓരോ ചുവടും ആകാശം കേൾക്കുന്ന പോലെ. വൃദ്ധൻ വിജയന്റെ സമീപത്ത് വന്നു നിൽക്കുന്നു. ശബ്ദം വളരെ നേരിയതും, എന്നാൽ ഹൃദയത്തിന് നേരെ കടക്കുന്ന തരത്തിൽ. മകനെ, എന്തിനാണ് കരയുന്നത്? വിജയൻ വിറച്ചു നിന്നു. ഞാൻ കഴിയുന്നില്ല അച്ഛാ. കടങ്ങൾ എല്ലാം വിട്ടുപോകണം എന്ന് തോന്നുന്നു. വൃദ്ധൻ പുഞ്ചിരിച്ചു. നീ തോന്നുന്നതു യാഥാർത്ഥ്യം അല്ല, നീ കാണുന്നത് കാലാവസ്ഥ മാത്രം. മഴ പെയ്താൽ ആകാശം ഇല്ലാതാകുന്നില്ല, നീ അനുഭവിക്കുന്നതെല്ലാം കടന്നുപോകും. പക്ഷേ നിനക്ക് ഒരു ഉപദേശം വേണം. വിഷ്ണു നൽകിയ ഒരു ഉപദേശം. വിജയൻ ആശ്ചര്യപ്പെട്ടു. വിഷ്ണുവിന്റെ? വൃദ്ധൻ അവന്റെ അടുത്ത് ഇരുന്നു. ആ ശാന്തതയിൽ ഒരു ദൈവികത ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, വിഷ്ണു ലോകത്തിന് നൽകിയ 3 ഉപദേശങ്ങൾ ഉണ്ട്. ഈ 3 ഉപദേശങ്ങൾ മാത്രം പാലിച്ചാൽ ഒരാളുടെ വിധിയും സാമ്പത്തികവും ജീവിതവും മാറും. ഇത് നിനക്കു ഇപ്പോൾ കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നീ ഇപ്പോൾ നിന്റെ ജീവിതത്തിന്റെ കിഴക്ക് നിൽക്കുന്നു. ഒരുപാട് പേർ ഈ സ്ഥലം ക്രോസ് ചെയ്യാതെ പിന്മാറും. പക്ഷേ നീ അല്ല. വിജയൻ ഒന്നും പറയാനായില്ല. വൃദ്ധൻ തുടർന്നു. ആദ്യ ഉപദേശം. സർവം ഹരിയിഷ്ടം. നിനക്ക് സംഭവിക്കുന്നതെല്ലാം ഹരിയുടെ അറിവിൽ ആണ്. ഏറ്റവും വലിയ വേദനകൾ പോലും ഒരാളുടെ മനസ്സിനെ ശക്തമാക്കാനാണ്. വിജയൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം എന്തിന്? വൃദ്ധൻ ചിരിച്ചു. ഒരു വിത്ത് പൊട്ടാതെ മരം ജനിക്കില്ല. ഒരു മനുഷ്യനും കഷ്ടം താണ്ടാതെ മഹത്തായ ജീവിതത്തിലേക്ക് പോകില്ല. ഇപ്പോൾ നീ പൊട്ടുന്ന ഘട്ടത്തിലാണ്. ഇത് അവസാനമല്ല. ഇത് മാറ്റത്തിന്റെ ആരംഭമാണ്. വൃദ്ധൻ 2ാം ഉപദേശം പറഞ്ഞു. ധനം ഒഴുകുന്ന ഒരു നദിയാണ്. ധനം ഒരു സ്ഥലത്ത് നിൽക്കുകയില്ല. പക്ഷേ വിഷ്ണു പറഞ്ഞത്, ധനം ഉള്ളിടത്തേക്ക് ധനം വരും എന്നുള്ളതാണ്. ഇപ്പോൾ നിന്റെ മനസ്സ് ഭയത്താൽ, കുറ്റബോധത്താൽ, ലജ്ജയാൽ, നിരാശയാൽ നിറഞ്ഞിരിക്കുന്നു. അത് ധനത്തിന്റെ ഒഴുക്ക് അടയ്ക്കുന്നു. നീ മനസ്സ് ശുദ്ധമാക്കണം. വിശ്വാസത്തോടെ 10 ദിവസത്തേക്ക്. എല്ലാ രാവിലെയും എഴുന്നേറ്റ ശേഷം മാത്രം ഒരു വരി പറയൂ. ഹരി എനിക്കായി വഴികൾ തുറക്കുന്നു. ഈ ഒരു വരി നിന്റെ ജീവിതത്തിന്റെ വാതിലുകൾ തുറക്കും. വിജയൻ അവനെ നോക്കി. ഇതുകൊണ്ട് മാത്രം കടങ്ങൾ തീരും? വൃദ്ധൻ ശാന്തമായി പറഞ്ഞു. ഇത് ആദ്യ പടി മാത്രം. 3ാമത്തെ ഉപദേശം ആണ് യഥാർത്ഥ മാറ്റം. വൃദ്ധൻ തന്റെ വലതുകൈ വിജയന്റെ ഭുജത്തിൽ വെച്ചു. വിഷ്ണു പറഞ്ഞത്, പങ്കുവയ്ക്കാത്തവർക്ക് അനുഗ്രഹം പോകില്ല. നീ ജീവിതത്തിൽ ഭീതിയും അഭാവവും കൊണ്ട് മറ്റുള്ളവർക്കു സഹായം നിർത്തി. നിന്റെ ഹൃദയം അടഞ്ഞു. അടഞ്ഞ ഹൃദയത്തിലേക്ക് അനുഗ്രഹം വരില്ല. നാളെ മുതൽ ഏതെങ്കിലും ചെറിയ കാര്യം, ഒരു ഒറ്റ രൂപ പോലും ആർക്കെങ്കിലും സഹായമായി കൊടുക്കൂ. പണം ഇല്ലെങ്കിൽ ഒരു നല്ല വാക്ക്, ഒരു വെള്ളം, ഒരു പുഞ്ചിരി, ഒരു ഭക്ഷണം. നീ പങ്കുവയ്ക്കുന്നവൻ ആകുന്ന നിമിഷം ഹരിയുടെ അനുഗ്രഹം നിനക്കായി തിരിച്ച് ഒഴുകിത്തുടങ്ങും. വാക്കുകൾ വിജയന്റെ ഉള്ളിൽ ഒരു തീപിടുത്തം പോലെ. അവൻ ചോദിച്ചു, എന്നെ സഹായിക്കാൻ ഹരി വരുമോ? വൃദ്ധൻ നേർക്കുനോക്കി. വരും. പക്ഷേ നീ 3 വാതിലുകൾ തുറക്കണം.
വിശ്വാസം, മനസ്സിന്റെ ശുദ്ധി, പങ്കുവയ്ക്കൽ. അപ്പോൾ ഭാഗ്യം സ്വയം നിന്റെ വഴിയിലേക്ക് ഓടിയെത്തും. അന്ന് രാത്രി വിജയൻ വീട്ടിൽ തിരിച്ചെത്തി. അവൻ അന്ന് ചെയ്ത തീരുമാനങ്ങൾ അവന്റെ ജീവിതം 180 മാറ്റി. അടുത്ത രാവിലെ വിജയൻ എഴുന്നേറ്റുകൊണ്ടേ ആദ്യമായി ചിന്തിച്ചത്, ഹരി എനിക്കായി വഴികൾ തുറക്കുന്നു. അവൻ അതു പതുക്കെ പറഞ്ഞു. ഒരു ചെറിയ ശാന്ത ദിവസം തുടർന്നു. അവന്റെ മനസ്സ് ഭാരം കുറയുന്ന ഒരു തരംഗം. അവൻ അതേ ദിവസം ഒരു വൃദ്ധ സ്ത്രീയെ കണ്ടു, കടയിൽ നിന്ന് ചായ വാങ്ങാൻ പണം ഇല്ലാതെ. വിജയൻ പണം നൽകിയില്ല, പക്ഷേ അവൻ ചായ വാങ്ങിക്കൊടുത്തു. ഹൃദയം ഒരു നിമിഷം തെളിഞ്ഞു. അടുത്ത ദിവസം അവനൊരു പഴയ സുഹൃത്ത് ഫോൺ ചെയ്തു. എന്താ, ഞാൻ ഒരു പുതിയ ജോലിക്ക് ആളെ നോക്കുന്നുണ്ട്. നിനക്ക് താൽപ്പര്യമുണ്ടോ? വരുമുമില്ലാതെ. അപൂർവം. ഉടൻ വിജയൻ ആ ജോലി ആരംഭിച്ചു. സമ്പാദ്യം വലിയതല്ല, പക്ഷേ സ്ഥിരതയുള്ളത്. അടുത്ത 15 ദിവസങ്ങളിൽ ചില അദ്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അവൻ ഒരു ചെറിയ സൈഡ് വർക്ക് ലഭിച്ചു. ഒരു വലിയ കമ്പനി അവന്റെ ജോലിയിൽ സന്തോഷിച്ചു. ഒരിക്കൽ വർഷങ്ങളായി അടച്ചുകിടന്ന ഒരു കുടിശ്ശിക അവന്റെ അക്കൗണ്ടിൽ തിരികെ കിട്ടി. ഓരോ ദിവസവും വിജയന്റെ മനസ്സിൽ നിന്നു ഭയം കുറഞ്ഞു. വിശ്വാസം, ശാന്തത, പങ്കുവയ്ക്കൽ ഇവയൊക്കെ അവന്റെ ജീവിതത്തെ ആവരണം ചെയ്തു. മാസം കഴിയും മുമ്പ് ഒരു വലിയ കമ്പനിയിൽ നിന്ന് കോൾ. നിങ്ങൾ ചെയ്ത ചെറിയ പ്രോജക്റ്റ് കണ്ടു, ഞങ്ങൾക്ക് ഒരു സ്ഥിര കോൺട്രാക്ട് വേണം. വിജയൻ അത്രയും സന്തോഷം കരഞ്ഞു. ആ കമ്പനി നൽകിയ കോൺട്രാക്ട് അവന്റെ വർഷങ്ങളായ കടങ്ങൾ തീർക്കാൻ മതിയായ വരുമാനം. 6 മാസം മുഴുവൻ കടങ്ങൾ തീർന്നു. അവന്റെ ജീവിതം സ്ഥിരമായി മാറി. അവന്റെ ഭാര്യയുടെ കണ്ണുകളിൽ വീണ്ടും പഴയ പ്രകാശം. കുട്ടികളുടെ ഭയം അവസാനിച്ചു. വീട്ടിൽ ഒരു പുതിയ ശാന്തത. ഒരു ദിവസം തന്റെ മനസ്സിൽ ഒരു ചോദ്യമുയർന്നു. അവനെ വീണ്ടും കണ്ടാൽ നന്ദി പറയണം. വിജയൻ രാത്രി ആ വിഷ്ണുക്ഷേത്രത്തിലേക്ക് നടന്നു. പക്ഷേ ആരുമില്ല. ആ വൃദ്ധനെ ആരെയും കണ്ടിട്ടില്ലെന്ന് ക്ഷേത്രത്തിലെ പൂജാരി പറഞ്ഞു. ഞങ്ങളുടെ ക്ഷേത്രവാതിൽ രാത്രി 8-ന് അടയ്ക്കും മാഷേ. രാത്രിയിൽ ഇവിടെ ആരും ഉണ്ടാവില്ല. വിജയന്റെ ശരീരം വിറച്ചു. അവൻ മനസ്സിലാക്കി, അവൻ കണ്ടത് ഒരു വൃദ്ധനല്ലായിരുന്നു, ഹരി തന്നെയാണ് അവന്റെ ജീവിതം തിരിച്ചുകൊണ്ടുവന്നത്. ആ രാത്രിയിൽ വിജയൻ ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്നു. കണ്ണുകൾ നിറഞ്ഞുതുള്ളി. ഒരു വാക്ക് മാത്രം പറഞ്ഞു, ഹരി, അനുഗ്രഹത്തിനു നന്ദി. അവന്റെ ഉള്ളിൽ ശാന്തമായ ഒരു ശബ്ദം പോലെ ഒരു വരി, മകനെ, നീ മനസ്സ് തുറന്നപ്പോൾ അനുഗ്രഹം ഒഴുകി. ഇനി ഒരിക്കലും പേടിക്കരുത്. നീ ഒറ്റയ്ക്കല്ല.